ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 40-ന്റെ 1 മുതൽ 23 വരെ. അനന്തരം മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനോട് കുറ്റം ചെയ്തു. ഫറവോൻ പാനപാത്രവാഹകരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തൻ്റെ 2 ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ചു. അവരെ അകമ്പടി നായകൻ്റെ വീട്ടിൽ യോസേഫ് ബദ്ധനായി കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അകമ്പടി നായകൻ അവരെ യോസേഫിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറെ കാലം തടവിൽ കിടന്നു. മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗൃഹത്തിൽ ബദ്ധന്മാരായിരിക്കുന്ന 2 പേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. രാവിലെ യോസേഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാൻ്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോൻ്റെ ഉദ്യോഗസ്ഥന്മാരോടെ, നിങ്ങൾ ഇന്നേ വിഷാദഭാവത്തോടിരിക്കുന്നത് എന്തു എന്ന് ചോദിച്ചു. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസേഫ് അവരോട്, സ്വപ്നവ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അത് എന്നോട് പറവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ തൻ്റെ സ്വപ്നം അറിയിച്ചു വന്നതേ, എൻ്റെ സ്വപ്നത്തിൽ ഇതാ എൻ്റെ മുൻപിലൊരേ മുന്തിരിവള്ളിയിൽ 3 കൊമ്പേ, അത് തളർത്തു പൂത്തു, കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഫറവോൻ്റെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴം പറിച്ചു, ഫറവോൻ്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു, പാനപാത്രം ഫറവോൻ്റെ കയ്യിൽ കൊടുത്തു. യോസേഫേ അവനോട് പറഞ്ഞതേ, അതിൻ്റെ അർത്ഥം ഇതാകുന്നു, 3 കൊമ്പേ 3 ദിവസം, 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ചു വീണ്ടും നിന്റെ സ്ഥാനത്തെ ആക്കും. നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതുപോലെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്തു എന്നോട് ദയ ചെയ്തു ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നേ വിടുവിക്കണമേ. എന്നെ എബ്രായരുടെ ദേശത്ത് നിന്നേ കട്ടുകൊണ്ടു പോകുന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിനെ ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. അർത്ഥം നല്ലതെന്നേ അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് യോസേഫിനോട്, ഞാനും സ്വപ്നത്തിൽ എൻ്റെ തലയിൽ വെളുത്ത അപ്പമുള്ള 3 കൊട്ട കണ്ടു. മേലത്തെ കൊട്ടയിൽ ഫറവോൻ്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. പക്ഷികൾ എൻ്റെ തലയിലെ കൊട്ടയിൽ നിന്നവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. അതിന് യോസേഫേ, അതിൻ്റെ അർത്ഥം ഇതാകുന്നു, 3 കൊട്ട, 3 ദിവസം, 3 ദിവസത്തിനകം ഫറവോൻ നിന്റെ തലവെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും. പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയും എന്നുത്തരം പറഞ്ഞു. 3-ാം നാളിൽ ഫറവോൻ്റെ തിരുനാളിൽ അവൻ തൻ്റെ സകല ദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. തൻ്റെ ദാസന്മാരുടെ മധ്യേ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഓർത്തു. പാനപാത്രവാഹകരുടെ പ്രമാണിയെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിനെ വീണ്ടും അവൻ്റെ സ്ഥാനത്താക്കി. അപ്പക്കാരുടെ പ്രമാണിയോ അവൻ തൂക്കിച്ചു. യോസേഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആന്നേക്കുള്ളാൻ തന്നെ. ആമീൻ.